കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഗുരുതരമായ പാർട്ടി അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കാണിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് നടപടിയെടുത്തത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കാസർഗോഡ് DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ജെയിംസ് വൈസ് പ്രസിഡന്റ് പദവി രാജിവെച്ചിരുന്നു. ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? എന്താണ് നടപടി? കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റായിരുന്ന ജെയിംസ് പന്തമാക്കൽ ഇന്നലെ DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാജിവെച്ചിരുന്നു. ഓരോ സ്ഥാനാർത്ഥികളെയും നിശ്ചയിക്കുന്നതിന് 25,000 രൂപ പണം ഈടാക്കിയാണ് DCC പ്രസിഡന്റ് ഓരോ വാർഡ് മെമ്പർമാരെയും നിശ്ചയിച്ചിരുന്നത് എന്നതാണ് പ്രധാനമായ ആരോപണം. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ബൂത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ തൊട്ട് മുകളിലോട്ട് പണം വാങ്ങിയാണ് ഈ ഫൈസൽ DCC പ്രസിഡന്റ് നിയമിച്ചിരുന്നത് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഫൈസൽ പണമുണ്ടെങ്കിൽ മാത്രമേ കാസർകോട്ടെ കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ നടക്കൂ എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെക്കുന്നതായി അറിയിച്ചിരുന്നത്. എന്നാൽ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി തുടരും എന്ന് ജെയിംസ് പന്തമാക്കൽ പറഞ്ഞിരുന്നു. ഇന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട്. ഇന്ന് തന്നെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ജെയിംസ് പന്തമാക്കലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ചെയ്തിരിക്കുന്നു. ഗുരുതരമായ പാർട്ടി അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് ഈ ലെറ്ററിൽ സൂചിപ്പിക്കുന്നത്. ജെയിംസ് പന്തമാക്കലിന്റെ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് രാജ് KPCC പ്രസിഡന്റിന്റെ പരിപാടികളുണ്ട്. ആ പരിപാടികൾക്ക് തൊട്ടു മുൻപ് തന്നെയാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിമത സ്വരം ഇല്ലാതാക്കുക എന്നതും കാസർഗോഡ് DCCയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത്തരം കടുത്ത നടപടി തന്നെ ഉണ്ടാവണം എന്ന് നേതാക്കളുടെ ആവശ്യപ്രകാരവുമാണ് KPCC അധ്യക്ഷൻ ഇന്ന് തന്നെ ജെയിംസ് പന്തമാക്കലിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ലെറ്റർ പുറത്തിറക്കിയത്.